വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1059/2025 എന്ന ചോദ്യപേപ്പറിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ്. 100 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത്. 101 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. 101ാമത്തെ ചോദ്യം, രജിസ്ട്രാർ ഷാൾ എക്സാമിൻ വെദർ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ്. അതായത് രജിസ്ട്രാർ എക്സാമിൻ ചെയ്യും രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഏത് പ്രൊവിഷനുമായി ബന്ധപ്പെട്ടതാണെന്ന്, അല്ലേ, ഏത് പ്രൊവിഷൻസുമായി എല്ലാം ആപ്ലിക്കബിൾ ആണെന്ന് നോക്കും. അത് ഓപ്ഷൻ എ ബൈലോസ് ആണോ, സെക്ഷൻ 9 പ്രകാരമുള്ളതാണോ, സെക്ഷൻ 7 പ്രകാരമാണോ, ആക്ട് ആൻഡ് റൂൾസ് പ്രകാരമാണോ. തീർച്ചയായും എന്താ നോക്കുക, ആക്ട് ആൻഡ് റൂൾസ് ആണ്, അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ആക്ട് ആൻഡ് റൂൾസിന് വിധേയപ്പെട്ടിട്ടാണോ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളത് എന്നാണ് സ്ക്രൂട്ടിനൈസ് ചെയ്യുക കേട്ടോ, എക്സാമിൻ ചെയ്യുക കേട്ടോ രജിസ്ട്രാർ. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ആക്ട് ആൻഡ് റൂൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി ഷാൾ ടേക്ക് എ ഡിസിഷൻ അപ്പോൺ ദ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ വിത്ത്. അഫിലിയേഷനുമായി ബന്ധപ്പെട്ടാണ്. അഫിലിയേഷൻ്റെ ഡിസിഷൻ ആരുടെ? സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റിയുടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 8A പറയുന്നുണ്ട് കേട്ടോ. സെക്ഷൻ 8A എന്താണ്? അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16E ആണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിലത്തെ കണ്ടൻറ്റും നമ്മൾ പഠിച്ചിരിക്കണം. സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ 8A ആണ് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് കേട്ടോ. സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി മാത്രമല്ല, സാധാരണ എല്ലാ സൊസൈറ്റികളും എല്ലാം എന്ത് ചെയ്യണം? അഫിലിയേറ്റ് ചെയ്യണമല്ലോ, അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ അമെൻമെൻറ്റ് വന്ന് മാറിയിട്ടുണ്ട്. അമെൻമെൻറ്റ് വന്ന് മാറിയതാണ് 45 ദിവസമാണ് കേട്ടോ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 45 days ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എവറി പ്രൈമറി കോപ്പറേറ്റീവ്, എല്ലാ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും എന്ത് ചെയ്യണം? വിത്തിൻ സച്ച് ടൈം, പറഞ്ഞിട്ടുള്ള രീതിയിൽ, ആസ് സച്ച് മാനർ, പറഞ്ഞിട്ടുള്ള രീതിയിൽ കറക്റ്റ് സമയത്ത് അപ്ലൈ ചെയ്യണം അഫിലിയേഷന് കൺസേൺഡ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റിയിൽ. അതായത് പ്രൈമറി ആണെങ്കിൽ എവിടെ അഫിലിയേറ്റ് ചെയ്യുക? കൺസേൺഡ് ആയിട്ടുള്ള അപ്പെക്സ് സൊസൈറ്റികളിലും അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റികളിലുമാണ് അഫിലിയേറ്റ് ചെയ്യുക. എന്നാൽ സെൻട്രൽ ആണ് സൊസൈറ്റീസ് ആണെങ്കിൽ അവരെവിടെ അപ്പെക്സിൽ ചെയ്യും, അല്ലേ. അങ്ങനെ അവരവരുടെ മേഖലയിലുള്ളതിനെയാണ് അഫിലിയേറ്റ് ചെയ്യുക. അങ്ങനെ അഫിലിയേറ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അഥവാ റിജക്ഷൻ വന്നു എന്ന് വയ്ക്കുക കേട്ടോ, റിജക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഗ്രീവ്ഡ് സൊസൈറ്റിക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റും. ആർക്കാണ് അപ്പീൽ കൊടുക്കുക? രജിസ്ട്രാർക്കാണ് കേട്ടോ. ബിഫോർ ദ രജിസ്ട്രാർ എഗെയിൻസ്റ്റ് സച്ച് റിജക്ഷൻ വിത്തിൻ 30 days ആണ് പറയുന്നത്. 30 ദിവസത്തിനുള്ളിൽ, അതായത് ഈ റിജക്ഷൻ ഓർഡർ കൈപ്പറ്റി 30 ദിവസത്തിനുള്ളിൽ, വിത്തിൻ 30 daysനുള്ളിൽ എന്തു കൊടുക്കണം? അപ്പീൽ ഫയൽ ചെയ്യാം. ആർക്ക് മുമ്പിൽ? രജിസ്ട്രാറുടെ മുമ്പിൽ. ആര്? അഗ്രീവ്ഡ് സൊസൈറ്റി. അപ്പോൾ അഗ്രീവ്ഡ് സൊസൈറ്റി മേ ഫയൽ ആൻ അപ്പീൽ എവിടെ? ബിഫോർ ദ രജിസ്ട്രാർ എഗെയിൻസ്റ്റ് സച്ച് റിജക്ഷൻ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ ഓഫ് റിജക്ഷൻ ആൻഡ് ദ രജിസ്ട്രാർ ഷാൾ ഡിസ്പോസ് ചെയ്യേണ്ടത് അപ്പീൽ വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പീൽ. അപ്പീൽ കിട്ടി 60 daysനുള്ളിൽ ആര് തീരുമാനം എടുക്കണം? ഡിസ്പോസ് ചെയ്യണം രജിസ്ട്രാർ കേട്ടോ. അപ്പോൾ അതും കൂടി ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ 16E കേട്ടോ, റൂൾ 16Eയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ, ഡാഷ് ഷാൾ ബി ദ അതോറിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. അമെൻമെൻറ്റ് ഓഫ് ബൈലോയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അതോറിറ്റീസ് ആരൊക്കെയാണെന്നാണ്. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോയിൽ ഏതാ സെക്ഷൻ വരുന്നത്? സെക്ഷൻ 12 ആണ് എവിടെ അമെൻമെൻറ്റ് ഓഫ് ബൈലോ വരുന്നത്. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അമെൻമെൻറ്റ് ഓഫ് ബൈലോയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് അമെൻമെൻറ്റ് ഓഫ് സബ്സെക്ഷൻ 1 ആയിട്ട് 12 സബ്സെക്ഷൻ 1 എന്താ പറയണത്? നോ അമെൻമെൻറ്റ്, ബൈലോ അമെൻമെൻറ്റിന് വാലിഡിറ്റി ഇല്ല. എന്ത്? രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ. അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു ബൈലോയ്ക്ക് വാലിഡിറ്റി ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു
അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ രജിസ്ട്രാർ ഒന്ന് കൺസൾട്ട് ചെയ്യണം. ആരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? അതായത് അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ ആണ് ഈ അമെൻമെൻറ്റ് നടത്തുന്നതെങ്കിൽ SCOയിൽ ഒന്ന് കൺസൾട്ട് ചെയ്യണം. അല്ല, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ കൺസൾട്ട് ചെയ്യാം. ഇവർ മറ്റ് വല്ല സൊസൈറ്റികളും എനി അതർ സൊസൈറ്റികളാണെങ്കിൽ എവിടെയാണ് ചോദിക്കുക? CCOയിൽ ഒന്ന് കൺസൾട്ട് ചെയ്യണം. പിന്നെ ഫിനാൻസിങ് ബാങ്കിലും കൺസൾട്ട് ചെയ്യണം കേട്ടോ. ഫിനാൻസിങ് ബാങ്ക് ഇഫ് ദ സൊസൈറ്റി ഈസ് ഇൻഡെപ്റ്റഡ് ടു ദ ഫിനാൻസിങ് ബാങ്ക്. അപ്പോൾ ഇവരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു രജിസ്ട്രാർ ഇതെന്ത് ചെയ്യണം? ഷാൾ ഫോർവേഡ് ടു ദ സൊസൈറ്റി എ കോപ്പി ഓഫ് ദ രജിസ്റ്റേർഡ് അമെൻമെൻറ്റ്. ഈ രജിസ്റ്റർ ചെയ്ത അമെൻമെൻറ്റും അവരുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും സൈൻ ചെയ്ത് സീൽ ചെയ്തതിന് ശേഷം ആർക്ക് കൊടുക്കണം? സൊസൈറ്റിക്ക് ഫോർവേഡ് ചെയ്യണം അല്ലേ? അതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആണ്. അമെൻമെൻറ്റ് ഹാസ് ബീൻ ഡ്യൂലി രജിസ്റ്റേർഡ് എന്നുള്ളതിനുള്ള വ്യക്തമായ ഒരു തെളിവാണത്. അപ്പോൾ ഇതിൽ സെക്ഷൻ 12 പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് റൂൾ 9. ഈ റൂൾ 9 അവരുടെ നടപടിക്രമങ്ങൾ. എപ്പോഴും റൂളിലാണല്ലോ നടപടിക്രമങ്ങളൊക്കെ വിവരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റൂളിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ് കേട്ടോ. റൂളിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് എന്നതാണ് റൂൾ 9. റൂൾ 9 എന്താണ്? പ്രൊസീജിയർ റിഗാർഡിംഗ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് എന്നതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സബ്സെക്ഷൻ 1 ആയിട്ട് തന്നെ റൂൾ 9 സബ്സെക്ഷൻ 1 ആയിട്ട് തന്നെ പറയുന്നുണ്ട്, എവറി പ്രൊപ്പോസൽ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോസിനുള്ള എല്ലാ പ്രൊപ്പോസലും ഷാൾ ബി മെയ്ഡ് ബൈ എ റെസല്യൂഷൻ പാസ്ഡ് ബൈ 2/3 മെജോറിറ്റി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ട് ചെയ്തിട്ടുള്ള റെസല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. ആ റെസല്യൂഷൻ ആർക്ക് ഫോർവേഡ് ചെയ്യണം? രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യണം. എന്ന് വിത്തിൻ 1 മന്ത് കേട്ടോ. ഒരു മാസത്തിനകം ജനറൽ ബോഡി കൂടി ഒരു മാസത്തിനകം എന്ത് ചെയ്യണം? ആ ജനറൽ ബോഡിയുടെ ഒരു മാസത്തിനകം അത് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 അതോറിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് ജനറൽ ബോഡീനെ പറഞ്ഞു, പിന്നെ ആരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? രജിസ്ട്രാറാണ്. അല്ലെ, രജിസ്ട്രാർക്ക് അയക്കണം എന്ന് പറഞ്ഞല്ലോ വിത്തിൻ 1 മന്ത്. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള 2 അതോറിറ്റിയാണ് ഈ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതോ ഉത്തരം വരിക? ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ അല്ലേ? ഇവർ 2 പേരെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. റൂളിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് ഇവർ ഒരു ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ജനറൽ ബോഡി കൂടണം. എങ്ങനെ? റെസല്യൂഷൻ പാസ്സാ 2/3 മെജോറിറ്റി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് റെസല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ജനറൽ ബോഡി കൂടി 1 മന്തിനകം ഈ റെസല്യൂഷൻ ആർക്ക് ഫോർവേഡ് ചെയ്യണം? രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ടൊരു നടപടിക്രമം. അപ്പോൾ ഈ ഒരു റൂൾ 9 കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ അമെൻമെൻറ്റിൽ കേട്ടോ. നമുക്ക് അമെൻമെൻറ്റ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ ഈ ഭാഗത്ത് മാറ്റം വന്നിട്ടില്ല. സബ്സെക്ഷൻ 2 മാറ്റം വന്നിട്ടുള്ളത്. ഇതിൻ്റെ 2ാമത്തെ വകുപ്പിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ആ മാറ്റം നമുക്ക് അപ്പോൾ പഠിക്കാം. അടുത്തത് പറയുന്നത് ഡാഷ് ഷാൾ ക്ലാസിഫൈ ദ സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. സൊസൈറ്റീസിനെ അക്കോർഡിംഗ് ടു ടൈപ്പ് കാറ്റഗറി ആരാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആരാ ക്ലാസിഫൈ ചെയ്യുക? രജിസ്ട്രാറാണ് അല്ലേ? രജിസ്ട്രാറാണ് ക്ലാസിഫൈ ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ വയ്ക്കുമല്ലോ. ഈസ് ഡൺ ആസ് പെർ സെക്ഷൻ. ഏത് സെക്ഷൻ പ്രകാരമാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി അല്ലെങ്കിൽ ഓർ അഡ്മിനിസ്ട്രേറ്റർ ഈസ് വെക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ സെക്ഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. എന്താ സെക്ഷൻ 23 എന്ന് പറയണത്? സെക്ഷൻ 23 ഏതായിരുന്നു? റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് കേട്ടോ. അതാണ് സെക്ഷൻ 23 എന്ന് പറയണത്. സെക്ഷൻ 33 എന്താണ്? സെക്ഷൻ 33 ഈ ചോദ്യത്തിലുള്ളത് കേട്ടോ. അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ വെക്കുന്നത് ഏതിലാണ്? സെക്ഷൻ 33. അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരിക? B ആണ് കേട്ടോ. ബാക്കിയും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവുക. 41 എന്താ വരിക? സെക്ഷൻ 41 എന്താ വരിക? എക്സംഷൻ ആണ്. എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. എന്താ സെക്ഷൻ 41? എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ ബാക്കിയുള്ളത് 38 38 എന്താണ്? ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ആണ്. ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. അതാണ് സെക്ഷൻ 38 വരുന്നത്.
സെക്ഷൻ 38 ഏതാണ്? ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ആണ്. അത് സെക്ഷൻ 38 അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 33 അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ. നെക്സ്റ്റ് വരുന്നത് ഇഫ് എ സൊസൈറ്റി വർക്കിംഗ് ഓൺ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് റിവ്യൂ ചെയ്യുന്നത് എവിടെയാണ് റിവ്യൂ ചെയ്യുക? പൊതുകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ജനറൽ ബോഡിയിലാണ് അല്ലേ? ജനറൽ ബോഡിയിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ജനറൽ ബോഡിയാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം പറയുകയാണെങ്കിൽ ദ രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ് മേ സമ്മൺ എ മീറ്റിംഗ് ഓഫ് സൊസൈറ്റി. അതായത് ഒന്നുകിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരാൾക്ക്, അദ്ദേഹത്തിന് അല്ലാതെ അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തുന്ന ഒരാൾക്കും മീറ്റിംഗ് സമ്മൺ ചെയ്യാനുള്ള അധികാരം പറയുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്നാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്, ഉള്ളെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഓരോ സെക്ഷനും അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്ഷൻ 28 എന്താ പറയണത്? എന്താ സെക്ഷൻ 28? അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്മിറ്റിയാണ് അല്ലേ? ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇലക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് സെക്ഷൻ 28 ഓക്കെ, അപ്പോൾ അതല്ല എന്തായാലും. പിന്നെ അടുത്തത് വരുന്നത് സെക്ഷൻ 29 എന്താ സെക്ഷൻ 29? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് സെക്ഷൻ 29. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ 29 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 29 സബ്സെക്ഷൻ 2 ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ ശ്രദ്ധിച്ചവർക്കറിയാം. 29 2 എന്ന് പറയണത് ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ, രജിസ്ട്രാറും അദ്ദേഹം ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ്, ഇതന്നെയാണ് സംഭവം. ഈ സമ്മണിന് പകരം അറ്റൻഡാണ് കേട്ടോ. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അതിന് കഴിയും എന്ന് പറയണതാണ് സെക്ഷൻ 29 2 പറയണത്. 29 2 എന്താ പറയണത്? രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആൾക്കോ ഏത് മീറ്റിങ്ങിൽ വേണമെങ്കിലും പങ്കെടുക്കാം. അറ്റൻഡ് എന്നാണ്. ഈ സമ്മണിന് പകരം അവിടെ എന്താ? അറ്റൻഡാണ് വരുന്നത് കേട്ടോ. അറ്റൻഡ് എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 29 2. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ വരാമല്ലോ. മേ അറ്റൻഡ് എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതായിട്ട് വരും? 29 സബ്സെക്ഷൻ 2 വരും. ഇവിടെ ഉത്തരം 29 2 അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ സമ്മണിന് പകരം അറ്റൻഡ് വന്നാൽ ഉത്തരം, അതായത് പങ്കെടുക്കാൻ കഴിയും. സമ്മൺ എന്ന് പറഞ്ഞാൽ വിളിച്ചു ചേർക്കുക അല്ലേ? ഇത് പങ്കെടുക്കാൻ കഴിയുന്നതാണ് 29 സബ്സെക്ഷൻ 2. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ റൂൾ 34A വന്നാൽ എന്താണ് 34A പറയണത്? 34A പറയണത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ പ്രൊസീജിയറാണ്. എലക്ഷൻ്റെ പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് എലക്ഷൻ ടു ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി പറയുന്നതാണ് റൂൾ 34A പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവസാനമുള്ളത് തന്നെയാണ് ഉത്തരം. സെക്ഷൻ 30 ഉത്തരമായിട്ട് വരുന്നത്. സെക്ഷൻ 30 പറയണത് എന്താണ്? സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് സെക്ഷൻ 30. അതിലാണ് പറയണത് 30 പറയുന്നുണ്ട് രജിസ്ട്രാർ അല്ലെങ്കിൽ ഒരു പേഴ്സൺ, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിച്ചു ചേർക്കാൻ പറ്റുന്ന മേ സമ്മൺ എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 30 സബ്സെക്ഷൻ 4 കേട്ടോ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഡാഷ് ആൾ ഡയറക്റ്റ് ദ സൊസൈറ്റി ടു മെയിൻറ്റെയിൻ സച്ച് ആൻഡ് സച്ച് ബുക്സ് ഫ്രം ടൈം ടു ടൈം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ സീരീസ് കണ്ട കുട്ടികൾക്ക് ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? രജിസ്ട്രാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഏതൊക്കെ സംഭവങ്ങൾ എവിടെയൊക്കെ സൂക്ഷിക്കണമെന്നൊക്കെ പറയണത് എവിടെയാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ 29 29, 30, 31 ഒക്കെ ആ ഒരു കാറ്റഗറിയിലുള്ളതാണ്. ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 29, 30, 31 ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരം, എത്ര വർഷം സൂക്ഷിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 29 1 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രാർ ഡയറക്റ്റ് ചെയ്യും സൊസൈറ്റീനെ ഏതൊക്കെ ബുക്സ് ഏതൊക്കെ സമയകാലങ്ങളിൽ സൂക്ഷിക്കണം എന്ന് ഡയറക്റ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ് എന്ന് വ്യക്തമാക്കുന്നത് റൂൾ 29 സബ്സെക്ഷൻ 1 കേട്ടോ. മറക്കരുത്, ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇഫ് എ കമ്മിറ്റി വിൽഫുള്ളി ഡിസൊബേസ്, വേണമെന്ന് വെച്ച് ഡിസൊബേ ചെയ്യാം, ലോഫുൾ ഓർഡേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ദാറ്റ് മേ ബി റീസൺ ഫോർ, അത് എന്തിന് കാരണമായേക്കാം, എന്തിനുള്ള കാരണമാണ്?
സൂപ്പർ സെഷൻ ആണോ, കമ്മിറ്റീനെയാണ്, രജിസ്ട്രാറിന് കമ്മിറ്റീനെയാണ്. കമ്മിറ്റീനെ എന്താ ചെയ്യുക? സൂപ്പർസീഡ് ചെയ്യോ, സർചാർജ് ചെയ്യോ, എൻക്വയറി ചെയ്യോ, ഇൻസ്പെക്ഷൻ നടത്തുമോ? എന്താ ചെയ്യണത്? കമ്മിറ്റി വിൽഫുള്ളി ഡിസൊബേ ചെയ്യാണ്, തീരുമാനിക്കുകയാണ് കമ്മിറ്റി ഒന്നും അനുസരിക്കില്ല എന്ന് കമ്മിറ്റി എന്നെ വിചാരിക്കുക. അങ്ങനെ കമ്മിറ്റി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റീനെ എന്ത് ചെയ്യും? സൂപ്പർസീഡ് ചെയ്യൂല. അതിനുള്ള അധികാരമാണ് രജിസ്ട്രാർക്ക് ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർ സെഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ നമ്മൾ ഓർത്തിരിക്കണം. സെക്ഷൻ 32 സൂപ്പർ സെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക, പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എമംഗ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് നമ്മുടെ കേരള ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര ബോർഡ് മെമ്പേഴ്സ് എലക്ട് ചെയ്യപ്പെടും? എ ക്ലാസ് മെമ്പേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എ ക്ലാസ് മെമ്പേഴ്സ് ആയിട്ടുള്ള എത്ര പേരാണ് കേട്ടോ ബോർഡിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 15 കേട്ടോ. അത് നമ്മുടെ ആ എണ്ണം പഠിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയണതാണ്. ഓക്കെ, അതാണ് 15 എന്നുള്ളത് കേട്ടോ. അപ്പോൾ 15 ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 10 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കോസ്റ്റിംഗ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോസ്റ്റിങ്ങിലുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടൻസി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കോസ്റ്റിംഗ് ക്ലാസ് കണ്ട കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. നമ്മൾ ചെയ്തിരുന്ന കുറച്ച് കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് കേട്ടോ. അപ്പോൾ കാണാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യനായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.